നമുക്കിവിടെ പ്രൊപ്പോഷൻ 5.1 കാണിക്കേണ്ടത്. ഈ പ്രൊപ്പോഷനിൽ പറയുന്നത് എന്താണെന്നറിയോ? ഈ പ്രൊപ്പോഷനിൽ പറയുന്നത് നമ്മളൊരു കോംപ്ലക്സ് നമ്പറിൽ നിന്ന് ഒരു എലമെൻ്റ് എടുക്കുന്നു, ലാംഡ. ഈ ലാംഡ നോം എനേക്കാളും വലുതാണെങ്കിൽ അവിടെയുള്ള നമ്മുടെ ഈ ലാംഡ എന്ന് പറയുന്നത് റെഗുലർ പോയിൻ്റ് ആയിരിക്കുന്ന. ഇപ്പം നമ്മൾ ഇങ്ങനൊരു നോം എ എടുത്തു, ഇങ്ങനെ ഒരു നോം എ എടുത്തു. ഈ നോം എനേക്കാളും വലുതാണ് നമ്മുടെ ലാംഡ എങ്കിൽ ഈ ലാംഡ റെഗുലർ പോയിൻ്റ് എന്നാണ് പറയുന്നത്. എന്താ റെഗുലർ പോയിൻ്റ് എന്ന് പറയുന്നത്? ഒരു പോയിൻ്റ്, റെഗുലർ പോയിൻ്റ്, നമ്മളൊരു കോംപ്ലക്സ് നമ്പറിൽ നിന്ന് ഒരു എലമെൻ്റ് എടുക്കുകയാണ് ലാംഡ. ഈ ലാംഡനെ നമ്മൾ റെഗുലർ പോയിൻ്റ് എന്ന് പറയണമെങ്കിൽ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും വേണം, ബൗണ്ടഡ് ആവുകയും വേണം. ഓക്കെ, അപ്പം നമ്മളിനി റെഗുലർ പോയിൻ്റ് ആണെന്ന് കാണിക്കുന്നതിന് പകരം നമ്മളിനി എന്താ കാണിക്കുക? റെഗുലർ പോയിൻ്റ് ആണെന്ന് കാണിക്കുന്നതിന് പകരം നമ്മളിനി കാണിക്കുക എ മൈനസ് ലാംഡ ഐൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ബൗണ്ടഡ് ആണെന്നും കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താ പ്രോപ്പർട്ടി പറയുന്നത്? നോം എ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ ഐ മൈനസ് എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെന്ന്. നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഐ മൈനസ് എ ഇൻവേർട്ടിബിൾ ആണെന്നാണോ കാണിക്കേണ്ടത്? അല്ലല്ലോ. നമുക്ക് എന്താ കാണിക്കേണ്ടത്? എ മൈനസ് ലാംഡ ഐ ഇൻവേർട്ടിബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, എ മൈനസ് ലാംഡ ഐ ഇൻവേർട്ടിബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. എ മൈനസ് ലാംഡ ഐ ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കുന്നതിന് പകരം നമ്മൾ എന്താ കാണിക്കുന്നതെന്നറിയോ? നമ്മൾ കാണിക്കുന്നത് ഐ മൈനസ് ഇതിന് ഓക്കെ, എ മൈനസ് ലാംഡ ഐ ആണ് നമുക്ക് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കേണ്ടത്. ഇതിന് ഞാൻ ലാംഡനെ പുറത്തേക്ക് എടുത്തു. ലാംഡനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഐ മൈനസ് 1/λ എ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇതിനോടുകൂടി ലാംഡ എന്ന് പറയുന്നത് ഒരു സ്കേലാറല്ലേ, ഒരു സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്താലും അതും എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളിനി എ മൈനസ് ലാംഡ ഐ ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കുന്നതിന് പകരം എന്താ കാണിക്കുന്നത്? ഐ മൈനസ് 1/λ എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 1/λ എ ചെയ്യുന്നു. എക്ക് പകരം എന്ത് ചെയ്യുന്നു? 1/λ എ ചെയ്യുന്നു. 1/λ എ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. എന്താ വരിക? ഇതെന്താ വരിക? 1/λ 1/λ. ലാംഡ ഒരു സ്കേലാറാണല്ലോ, അപ്പോൾ 1/λ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്കേലാർ ആയിരിക്കുമല്ലോ. അപ്പോൾ 1/mod ഇൻറ്റു നോം എ എന്ന് വരും അല്ലേ? നമുക്ക് തന്നിട്ടുള്ള എന്താ? മോഡ് ലാംഡ എന്ന് പറയുന്നത് നോം എനേക്കാളും വലുതാണ്. മോഡ് ലാംഡ നോം എനേക്കാളും വലുതാണെങ്കിൽ 1/λ മോഡ് ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/നോം എ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മളിതാ ഈ ഒരു സംഭവത്തിന് പകരം നമുക്കിനി എന്ത് എഴുതാം? ലെസ് ദാൻ 1/നോം എ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ലെസ് ദാൻ 1/നോം എ എന്ന് എഴുതാം. ഈക്വൽ ടു ലെസ് ദാൻ 1/നോം എ. ഇവിടെ ഓൾറെഡി ഒരു നോം എ ഉണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയത് പോയിട്ട് നമുക്ക് എന്ത് വരും? ലെസ് ദാൻ 1 എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കിവിടെ 1/λ ഇൻറ്റു നോം എ ലെസ് ദാൻ 1 ആണെന്ന് കിട്ടി. 1/λ ഇൻറ്റു നോം എ എന്ന് പറയുന്ന ഈ ടേം എന്താണെന്ന് കിട്ടി? ലെസ് ദാൻ 1 ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് ലെസ് ദാൻ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഇത് ഉണ്ടാവുന്നല്ലേ? അപ്പോൾ എക്ക് പകരം നമ്മൾ എന്താ എടുത്തത്? എക്ക് പകരം നമ്മൾ 1/λ ഇൻറ്റു എ എന്ന് എടുത്തു. അപ്പോൾ എന്ത് വന്നു? ഐ മൈനസ് 1/λ ഇൻറ്റു എ എന്ന് വന്നില്ലേ? ഇവിടെ എക്ക് 1/λ എ കൊടുത്താൽ അപ്പോൾ ഇതാ ഈ സംഭവമായില്ലേ? ഐ മൈനസ് 1/λ ഇൻറ്റു എ. അപ്പോൾ ഐ മൈനസ് 1/λ ഇൻറ്റു എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിനോടൊരു ലാംഡ എന്ന് പറയുന്ന സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഇൻവേർട്ടിബിൾ ആണെന്ന് കിട്ടി. ഇനി നോക്കിയേ, എ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഓപ്പറേറ്ററാണ് ആണല്ലോ. എ എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് ഓപ്പറേറ്റർ. ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി, ലാംഡ എന്ന് പറഞ്ഞാൽ സ്കേലാർ. അപ്പോൾ ഇതെന്തായി? ബൗണ്ടഡ് ആവുമല്ലോ. അപ്പോൾ എ മൈനസ് ലാംഡൻ്റെ ഇൻവേഴ്സ് എക്സ് ചെയ്യുന്നുണ്ടെന്നും ബൗണ്ടഡ് ആണെന്നും കിട്ടി. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമുക്ക് എന്താ കാണിക്കേണ്ടത്? മോഡ് ലാംഡനേക്കാളും ഗ്രേറ്റർ, മോഡ് ലാംഡ എന്ന് പറയുന്നത് നോം എനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മുടെ ഈ കോംപ്ലക്സ് നമ്പറുള്ള എലമെൻ്റ് ആയിട്ടുള്ള ലാംഡ എന്ന് പറയുന്നത് റെഗുലർ പോയിൻ്റ് ആണെന്ന് കാണിക്കണം. റെഗുലർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ എ മൈനസ് ലാംഡ ഐൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ബൗണ്ടഡ് ചെയ്യുകയും വേണ്ടത്. അതിന് നമ്മൾ ഇൻവേർട്ടിബിൾ ഓപ്പറേറ്ററിലെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. എന്താ പ്രോപ്പർട്ടി? നോം എ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ ഐ മൈനസ് എൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ള പ്രോപ്പർട്ടിയെ നമ്മൾ യൂസ് ചെയ്തത്. അവിടെ നോം എക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 1/λ ഇൻറ്റു എ എന്ന് ചെയ്യുന്നു. അപ്പോൾ 1/λ ഇൻറ്റു എ ചെയ്യുമ്പോൾ നമുക്കിത് ലെസ് ദാൻ 1 എന്ന് കിട്ടും.
ലെസ് ദാൻ 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എക്ക് പകരം നമ്മൾ 1/λ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, I - 1/λ ഇൻറ്റു എ എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണെന്ന് കിട്ടും. അതിനോടൊരു സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്താലും അതെന്തായിരിക്കും, ഇൻവെർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടി, A - λ അതിൻ്റെ ലാംഡ എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണ് എന്ന് കിട്ടി. ഇനി ബൗണ്ടഡ് ആണെന്ന് എങ്ങനെ കിട്ടിയത്, എ എന്ന് പറയുന്നതും ബൗണ്ടഡ് ആണ്, ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ആണ്, ലാംഡ എന്ന് പറയുന്നത് സ്കേലാറാണ്. അതിൽ നിന്ന് A - λ I എന്താണ്, ബൗണ്ടഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.